ഹലോ, വെൽക്കം ടു ജിന്നൂസ് ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും അറിയാം, തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ വിജയികളെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഞാൻ വീട്ടിലല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ പുറത്താണ്. അപ്പോൾ ഇനി നാളെ വീട്ടിലെത്തത്തേ ഉള്ളൂ. ഒരുപാട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമ്മൾ ഓഗസ്റ്റ് 1 കേട്ടോ ഒരു വീഡിയോ ഇട്ടത്. ഓഗസ്റ്റ് 26 നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്ന ദിവസം എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടാക്കി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് ഒരു 8 മണി വരെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് 211 കമൻറ്റ്സ്, അതും വളരെ ജെന്യുവനായിട്ടുള്ള ആൾക്കാരുടെ കമൻസുകളും ആണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ്. അന്നേരം 211 കമൻറ്റിൽ നിന്നും 1-2 ആളുകളൊക്കെ കുറച്ച് 1-2 കമൻസൊക്കെ ഇട്ടതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് 197 കമൻറ്റാണ് കേട്ടോ നമുക്ക് ജെന്യുവനായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ വീണ്ടും നോക്കുമ്പോൾ അത് 808 കമൻറ്റായി മാറിയിട്ടുണ്ട് കേട്ടോ. ആരോ ഒരാൾ 18 ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നലെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് 600 കമൻറ്റുകളാണ് കേട്ടോ ഫേക്കായിട്ട് ഇട്ടിരുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു ഗിവ് അവേയുടെ സമ്മാനത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും മനഃപൂർവ്വം ഇത് നമ്മുടെ ചാനലിനെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് ഈ കമൻറ്റുകളെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് മാറ്റി പഴയ 197 കമൻറ്റുകൾ മാത്രം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വിജയികളെ അനൗൺസ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഈ ചെയ്ത ആളിനോടാണ് എനിക്ക് പറയാനുള്ളത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വിഷമം ഉണ്ടായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ചെറ്റത്തരം എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഇനി എൻ്റെ ചാനലിൽ ഇങ്ങനെ വന്ന് കമൻറ്റ് ഇടരുത്. ഒരിക്കലും ചെടിയെ സ്നേഹിക്കുന്ന ഒരാളിന് ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. അതും ഇന്ന് നമ്മൾ വിജയം എടുക്കും എന്ന് പറഞ്ഞ് ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് അത് മനഃപൂർവ്വം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മേലിൽ ഇനി എൻ്റെ ചാനലിൽ വന്നിട്ട് അങ്ങനത്തെ കമൻറ്റ് ചെയ്യരുത്. ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഈ 18 അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിജയികളെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റാൻഡം കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കമൻറ്റ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വിജയിയെ നമുക്ക് നോക്കാം. ഞാൻ പുറത്താണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ടാണ് സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്, ക്ഷമിക്കുക. പിന്നെ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഏറ്റവും ജെന്യുവനായിട്ടുള്ള ആളിനെ തന്നെ കിട്ടട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വിന്നർ വന്നിട്ടുണ്ട്, ബിന്നി എബ്രഹാം. കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ ഒരു കസ്റ്റമറാണ് പുള്ളിക്കാരി. അപ്പോൾ താങ്ക് യു, അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. രണ്ടാമത്തെ ആളിനെ നോക്കാം. രണ്ടാമത്തെ ആൾ വന്നിട്ട് സീനത്ത് PH സീനത്ത് എന്ന ഐഡിയിൽ നിന്നാണ് കേട്ടോ. അതും നമുക്ക് കമൻറ്റ് വായിക്കുമ്പോൾ അറിയാം വളരെ ജെന്യുവനായിട്ടുള്ള ആളാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ വിജയി ഓക്കെ, കൺഗ്രാജുലേഷൻ. DS സുജേഷ് 4816 ആ ഐഡിയിൽ നിന്നാണ് കേട്ടോ മൂന്നാമത്തെ വിന്നർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. അടുത്ത വിജയി നാലാമത്തേത് ഓക്കെ, ജയശ്രീ KP 4792. അതേ, എനിക്കറിയാവുന്ന ഒരു ചേച്ചിയാണ്. വളരെ സന്തോഷം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കാം. മുസ്തഫ കുഞ്ഞ് അങ്ങനെയാണ് കേട്ടോ, മുസ്തഫ കുഞ്ഞ് അങ്ങനെയാണ് ലാസ്റ്റ് വിന്നർ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. എല്ലാം ജെന്യുവനായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. ഫേക്ക് കമൻറ്റുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അത് കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ ജെന്യുവനായിട്ടുള്ള ഒരു സെലക്ഷനാണ് കേട്ടോ ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നമുക്ക് 2K ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വലിയ ഗിവ് അവേ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ വിജയികളെല്ലാവരും സെപ്റ്റംബർ 1 മുന്നേ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ.